ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു എഗ് ബുർജി ഉണ്ടാക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ 2 മുട്ട എടുത്തിരിക്കുന്നത്, നമുക്കതൊന്ന് നല്ലപോലെ അടിച്ച് എടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ശകല ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് 2 പച്ചമുളക്, മീഡിയം സൈസ് 2 സവോളയാണ്, നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വഴന്നൊന്നും വരണ്ട, ഒരു മീഡിയം രീതിയിൽ വഴന്ന് വന്നാൽ മതി. നമ്മൾ എഗ് ബുർജി കഴിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ചെറിയതായിട്ട് സവോളയൊക്കെ നമ്മൾ കടിച്ചാണ് അത് കഴിക്കുന്നത്. ചെറുതായിട്ട് കടിക്കാൻ നമുക്ക് കിട്ടണം. വഴന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് മാറിപ്പോൾ. ചെറിയ രീതി വഴന്നിട്ട് നമുക്കിനി കുറച്ച് തക്കാളിക്കായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളൂ. ഒരു ശകലം കറിവേപ്പിലയും കൊടുത്തുള്ളൂ. തക്കാളിക്ക് സവോളയ്ക്ക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ശകലം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം, നുള്ള് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, ഒരു ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം, ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ചേർക്കാം. ഇനി ശകലം കരിവേപ്പിലയുടെ മേലെ ഇട്ട് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ മല്ലിയില ഇട്ടില്ല. എഗ് ബുർജി റെഡി ആയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഹിന്ദിയാണ്. നമുക്ക് നമ്മുടെ എഗ് ബുർജി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഉപ്പിടാൻ മറന്നു തോന്നുന്നു. ഉപ്പ് കുറവുണ്ട്. കുറവുണ്ടെങ്കിൽ ഉപ്പില്ല. നമുക്ക് ശകലം ഉപ്പിടെ ഇതിൻ്റെ മേളിൽ ഒന്ന് വിതറി എടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുരുമുളക് പൊടി നമ്മൾ തന്നെ പൊടിച്ചെടുത്ത് തരിയായിട്ടുണ്ട്. നല്ല നൈസ് പൊടിയല്ല. അപ്പോൾ ആ കുരുമുളക് പൊടി കഴിക്കാൻ കിട്ടുന്നത് പ്രത്യേക ടേസ്റ്റാണ്. ഇത് ബ്രെഡിൻ്റെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മുട്ട ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.